നിങ്ങൾ അത് ക്ലാസ് 35 കൂടെ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങളെ പ്രോഡക്റ്റ് ഫുള്ളി പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കുകയുള്ളൂ. പല ആളുകൾക്കും ട്രേഡ് മാർക്കിൽ ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്, പ്രൊഡക്റ്റും അതുപോലെ തന്നെ സ്റ്റോറും ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ ക്ലാസ്സിലാണ് രജിസ്റ്റർ ചെയ്യാന്നുള്ളത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇപ്പൊ നിങ്ങളൊരു പീറ്റർ ഇംഗ്ലണ്ടിന്റെ ഷർട്ട് മാർക്കറ്റിൽ സെൽ ഔട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്, നിങ്ങൾക്ക് റീറ്റെയിൽ ഔട്ട്ലെറ്റും ഉണ്ടെന്ന് വിചാരിക്കാം. ഫസ്റ്റ് ഒബ്വിയസ്ലി നമ്മൾ ഫസ്റ്റ് രജിസ്ട്രേഷൻ മൂവ് ഓൺ ചെയ്യുക ക്ലാസ് 25 ആണ്, ക്ലോത്തിങ് പ്രോഡക്റ്റുകൾ. അപ്പൊ അതോടുകൂടെ നിങ്ങളെ പീറ്റർ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ പേരിൽ നിങ്ങൾ ഇറക്കുന്ന എല്ലാ ക്ലോത്തിങ് പ്രോഡക്റ്റുകളും ക്ലാസ് 25 സെക്യൂർ ആയി. ഇനി വേറെ ഒരു കമ്പനിക്ക് പീറ്റർ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ പേരിൽ ക്ലോത്തിങ് പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കാൻ പറ്റില്ല. അതേ സമയത്ത് നിങ്ങൾക്ക് പീറ്റർ ഇംഗ്ലണ്ടിന്റെ തന്നെ ഒരു ക്ലോത്തിങ് സ്റ്റോർ ഉണ്ടെന്ന് വിചാരിക്കാം, റീറ്റെയിൽ ഹോൾസെയിൽ ഔട്ട്ലെറ്റ്, ഓൺലൈൻ സ്റ്റോർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ക്ലാസ് 35 കൂടെ രജിസ്റ്റർ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങളെ സ്റ്റോർ പ്രൊട്ടക്റ്റഡ് ആവുള്ളൂ. അല്ലെങ്കിൽ ക്ലാസ് 35 വേറൊരു വ്യക്തിക്ക് ഒരു ക്ലോത്തിങ് സ്റ്റോർ ഇതേ സെയിം പേരിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ പ്രൊഡക്റ്റ് കാറ്റഗറി ഓഫ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കണം. 1 മുതൽ 34 വരെയുള്ള ട്രേഡ് മാർക്ക് ക്ലാസ്സസ് പ്രൊഡക്റ്റിനും 35 മുതൽ 45 വരെയുള്ള ക്ലാസ്സുകൾ സർവീസ് സെക്ടർ സ്ഥാപനങ്ങൾക്കാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 1 to 34 വരെയുള്ള ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് റീറ്റെയിൽ ഹോൾസെയിൽ ഔട്ട്ലെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലാസ് 35 കൂടെ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങളെ പ്രോഡക്റ്റ് ഫുള്ളി പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കുകയുള്ളൂ.